ഹലോ. അപ്പോൾ സന്തോഷം എല്ലാവർക്കും. ഒത്തിരി പേര് എനിക്ക് കമൻസ് ഇട്ടായിരുന്നു, എല്ലാവരും എൻ്റെ കമ്മലിൻ്റെ വീഡിയോ ഒക്കെ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഒത്തിരി പേര് പറഞ്ഞ് മെസ്സേജ് ഇട്ടുണ്ട്. ഞാൻ കോണ്ടാക്ട്സിൽ തന്നെ കുറച്ച് ഞാൻ യൂട്യൂബിലൊന്നും അങ്ങനെ ആക്റ്റീവ് ഒന്നുമല്ല. ഇട്ട് തുടങ്ങണമെന്ന് ഒത്തിരി പേര് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. പക്ഷെ ഞാൻ യൂട്യൂബിലൊന്നും ആക്റ്റീവ് അല്ല. ആക്റ്റീവ് ആക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ എന്തോ അറിയത്തില്ല, ഒരു ചമ്മല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സ്റ്റാറ്റസാക്കി വാട്സപ്പിൽ ഇടുന്നത് കേട്ടോ. അല്ലാതെ ഞാൻ ഈ കമ്മലും ഒക്കെ കാണിക്കുന്ന എല്ലാവരും വിചാരിക്കരുത് എനിക്ക് ഇത്ര ഉള്ളതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത്, അങ്ങനെയൊന്നുമല്ല കേട്ടോ. എനിക്ക് കുറച്ചേ ഉള്ളൂ. നമ്മൾ ഈ കുറച്ച് സാധനം അടുക്കിപ്പുറക്കേക്ക് വയ്ക്കുമ്പോൾ നമ്മൾ തന്നെ വിചാരിക്കുകയോ നമുക്ക് ഇത്രയും സാധനങ്ങൾ ഉണ്ടായിരുന്നു നമ്മൾ വിചാരിക്കും. നമ്മൾ ഓരോ സ്ഥലത്ത്, ഇപ്പോൾ എൻ്റെ തന്നെ 3 സ്ഥലത്ത് എൻ്റെ സാധനങ്ങളിരിക്കും. ഒന്ന് ഇവിടെ, കുറച്ച് വേറൊരു വീട്ടിൽ, കുറച്ച് ഇപ്പോൾ രാജസ്ഥാനിലോട്ട് പോയിട്ടുണ്ട്. അപ്പം പല സ്ഥലത്താണ് എൻ്റെ സാധനങ്ങളിരിക്കുന്നത്. അപ്പോൾ ഇത് ക്ലബ് ചെയ്ത് കൊണ്ടുവരാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, മനസ്സിലായോ? അപ്പം ഞാനിപ്പോൾ ഒരു ബോക്സിൽ ഇവിടെ ഇരിക്കുന്ന കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നു, ഇവിടെ ഇരിക്കുന്ന സാധനം ക്ലബ് ചെയ്ത് വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഇത്രയും കമ്മൽ എനിക്കുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത്രയും വള എനിക്കുണ്ടായിരുന്നു നമ്മൾ ചിന്തിക്കും. അപ്പോൾ എല്ലാവരെയും ഉണ്ട്. അപ്പോൾ സമയം കിട്ടുമ്പോൾ നമ്മൾ ഒന്ന് അടുക്കിപ്പറക്കേക്ക് വയ്ക്കുമ്പം അത് എല്ലാം സെറ്റാവും കേട്ടോ. അപ്പോൾ വീണ്ടും പറയുന്നത്, എനിക്കത് ഉണ്ടെന്ന് പറഞ്ഞ് കാണിക്കാനല്ല ഞാൻ ഇടുന്നത്. ഞാൻ പല സ്ഥലത്തു നിന്നും വാങ്ങിച്ച സാധനങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ കൂടുതൽ വലിച്ചു നിർത്തുന്നില്ല. നമ്മുടെ കമ്മൽ സെക്ഷൻ പാർട്ട് 2. കുറച്ച് കമ്മൽ എടുത്തിട്ടുള്ളൂ കേട്ടോ, കുറച്ച് കമ്മൽ എടുത്തിട്ടുണ്ട്. ബാക്കി ഞാൻ ബാംഗിൾസ് കാണിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ജിമിക്കയിൽ നിന്ന് തുടങ്ങാം. ബാക്കി ജിമിക്കാസ്. ഈ ജിമിക്ക ഇതൊരു ജിമിക്കയാണ് കേട്ടോ. ഇത് മൾട്ടി കളർ ജിമിക്കയാണ്. ഇതെനിക്ക് തോന്നുന്നു ഞാൻ പഞ്ചാബിൽ നിന്ന് വാങ്ങിച്ച കമ്മലാണ് കേട്ടോ. ഗോൾഡൻ ടെമ്പിളിൽ നിന്ന് വാങ്ങിച്ച കമ്മലാണ്. നല്ലൊരു മൾട്ടി കളർ കമ്മൽ. പക്ഷേ ഇതിടുമ്പോൾ ഈ പറയുമ്പോൾ സെക്കൻഡും തേർഡൊന്നും കാണാൻ പറ്റില്ല സ്റ്റഡുകൾ. ബട്ട് എല്ലാത്തിൻ്റെ കൂടെ പോകുന്നൊരു കമ്മൽ. ഈവൻ ഈ ഡ്രസ്സിൻ്റെ കൂടെ ഈ കമ്മൽ പോകും. മൾട്ടി കളറാണ് കേട്ടോ. നല്ലൊരു ജിമിക്കയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു 150 റുപ്പീസ് എന്തോ ആണെന്ന് തോന്നുന്നു ജിമിക്ക കേട്ടോ. നല്ലൊരു ജിമിക്കയാണ്. ഇതൊന്ന് ജിമിക്കാസ് മാത്രമല്ല, പല കമ്മൽസും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ കമ്മലുണ്ടാമോ? ഇതൊരു ബ്ലാക്ക് മെറ്റലിൻ്റെ കമ്മലാണ് കേട്ടോ. ഇത് ഞാൻ ജമ്മുന്ന് വാങ്ങിച്ച കമ്മല, ബ്ലാക്ക് മെറ്റലിൻ്റെ. ഇങ്ങനെ വരും കേട്ടോ. നല്ലൊരിതാണ് കേട്ടോ ബ്ലാക്ക് മെറ്റൽ. എല്ലാം വലിയ സൈസാണ്. എനിക്ക് വീഡിയോയിൽ എത്രത്തോളം വരുന്നതെന്ന് അറിയില്ല. എല്ലാം ഒന്നും വലിയ സൈസാണ്. ഈ കമ്മലുണ്ട്. ഇത് യു പിയിൽ ഞങ്ങൾ മറ്റേ വൃന്ദാവനൊക്കെ കാണാൻ പോയേ, അവിടെ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് നല്ലൊരു കമ്മലാട്ടോ. എല്ലാം നല്ല കമ്മലാണ്. എനിക്കിങ്ങനെ എനിക്ക് ആനയുടെ നെറ്റിപ്പെട്ടും പോലെ ഇരിക്കുന്നല്ലേ. ബട്ട് നല്ല കമ്മലാട്ടോ. ഇതൊക്കെ ബ്ലാക്ക് മെറ്റലാണേ. ഒന്നും ചെയ്തില്ലുണ്ട്. ഞാൻ 2-3 എണ്ണമൊക്കെ ഇട്ടതാണ്, പക്ഷെ ഒരു മുത്ത് പോലും പോയിട്ടില്ല. ഇത് കുറച്ച് ഹെവി വെയിറ്റ് ഉള്ള കമ്മലാണേ. നല്ല കമ്മലാട്ടോ. ഇത് ഡൽഹിയിൽ നിന്ന് വാങ്ങിച്ച. ഇങ്ങനെ ഇരിക്കും, ഉണ്ടോ? നല്ല സ്ഥലം. ഇത് ബ്ലാക്ക് സ്റ്റോൺസ് വരുന്നൊരു ഹാങ്ങിങ് ടൈപ്പ് കമ്മലാണ്. ഇത് മുടിയൊന്നും അഴിച്ചിട്ടാൽ നമുക്ക് കാണാമല്ലോ. മുടിയൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ കെട്ടിയാൽ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. മുടിയൊക്കെ കെട്ടി വെക്കുമ്പോൾ വേണം ഈ ബ്ലാക്ക് മെറ്റൽ ഇടുക, അല്ലെങ്കിൽ അറിയില്ല കമ്മൽ ഏത് മുടിയെന്ന്. കണ്ടോ, ഇത് ബ്ലാക്ക് മെറ്റലിൻ്റെ. ഇതും ബ്ലാക്ക് മെറ്റലിൻ്റെ ഒരു കമ്മല. ഇതും മുടിയൊക്കെ നമ്മൾ ഒതുക്കിയൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾ ഉണ്ടോ. എനിക്ക് തോന്നുന്നു ഇതൊക്കെ 150. കുറേ നമ്മൾ ബാർഗെയിൻ ചെയ്യണം കേട്ടോ. ബാർഗെയിനിങ് ആണ് ഇതൊക്കെ വാങ്ങുന്നതിൻ്റെ മെയിൻ. നമ്മൾ വായിട്ട് സംസാരിച്ച് എന്നാലേ കുറച്ചെങ്കിലും അമ്മമാരെ കുറയ്ക്കുള്ളൂ. ചിലമാർ കുറയ്ക്കുകയില്ല കേട്ടോ. അവിടെയൊക്കെ ഭയങ്കര കത്തി റേറ്റാണ് പറയുന്നതൊക്കെ. നമ്മളിപ്പം ഈ കമ്മലിന് എത്ര രൂപയെന്ന് ചോദിച്ചാൽ അവർ പറയും 300 രൂപ, 350 എന്ന് പറയും. അപ്പം നമ്മൾ 200, 100 നാട്ടിലായാലും അങ്ങനെ ആയിരിക്കാം. നമ്മൾ സാധാരണ ഒരു കടയിൽ പോകുമ്പോൾ നമുക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ലോക്കലായിട്ട് പോകുമ്പോൾ കുറച്ചൊക്കെ നമ്മളെന്ന് പറഞ്ഞാൽ ഒരു 100 രൂപയൊക്കെ കുറച്ച് തരും. കാരണം അവരത്രയും കൂട്ടിയിട്ടാണ് വിൽക്കുന്നതൊക്കെ. ഇതൊരു കോപ്പറിൻ്റെ, എത്രത്തോളം കാണാൻ കോപ്പറിൻ്റെ ഒരു ഇതാണ് കേട്ടോ. കോപ്പറിൻ്റെ ഒരു ഫ്ലവർ ടൈപ്പാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കമ്മലാണ് കേട്ടോ. കോപ്പറിൻ്റെ ഒരു കമ്മൽ ഇങ്ങനെ വരും. ഇത് ഭയങ്കര ഇഷ്ടമുള്ളൊരു, ഇത് ഞാൻ ഈ ഇടയ്ക്ക് വാങ്ങിച്ച കമ്മലാണ് കേട്ടോ. ഡൽഹിയിൽ നിന്ന് വാങ്ങിച്ചൊരു കോപ്പറിൻ്റെ ഒരു കമ്മല. നല്ല കമ്മലാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കമ്മല കോപ്പറിൻ്റെ. ഇത് വന്നിട്ട് നമ്മുടെ മറ്റേ റൂബിയില്ലേ,
റൂബി വന്നിട്ടൊരു കമ്മലാണ്, നല്ല സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ട്. ഇത് ഇച്ചിരി കോസ്റ്റ്ലി ആയ കമ്മലാണ് കേട്ടോ. ഞാനിത് എന്തിനോ കണ്ടപ്പോൾ അങ്ങ് വാങ്ങിച്ചതാണ്. ക്യൂട്ട് കമ്മലാണ്, ഇത് ചെറിയ കമ്മലാണ്. മുടിയൊക്കെ നമ്മൾ കെട്ടി വെച്ചിട്ട് ഹെയറൊക്കെ ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ക്യൂട്ട് കമ്മലാണ്, നൈസാണിത്. പക്ഷെ ഒരുപാട് ഞാൻ ഉപയോഗിച്ചോട്ടെ, എൻ്റെ സ്റ്റോൺസ് ഒന്നും കളവിട്ടില്ല. ഇത് ഇച്ചിരി വില ആയ കമ്മലാണ്, റൂബിയൊക്കെ വരുന്നൊരു കമ്മൽ. പിന്നെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കമ്മലാണ്, ഒരു ഹാങ്ങിങ് കമ്മലാണ്. ഇവിടുത്തെ ബീഡ് ഇളകി പോയി, ഞാനത് ഫെവിക്വിക്ക് ഒട്ടിക്കും. ഇതിങ്ങനെ വരും, നല്ലൊരു കമ്മലാട്ടോ. ഇങ്ങനെ വരുന്ന കമ്മല. ഇത് നമ്മൾ മുടി അഴിച്ചിട്ടാലും ഹെയറൊക്കെ അഴിച്ചിട്ടാലും നല്ല രസമുണ്ട്. ഇങ്ങനെ ഇരിക്കും, നല്ലല്ലേ. ജിമ്മിക്കാസ് മാത്രമല്ല, ഒത്തിരി ഉണ്ട്. ഞാൻ പിന്നെ എല്ലാം ഒന്നും കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. കമ്മലുള്ള ഇത് അമ്മ എനിക്ക് മലേഷ്യയിൽ പോയിട്ട് വന്നപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്ന കമ്മലാട്ടോ. ഇതാ ഈ പറയും പോലെ നല്ല കമ്മലാട്ടോ. ഇങ്ങനെ ഇതിൻ്റെ ഇതുണ്ട്, ഇവിടെ വൈറ്റ് സ്റ്റോൺ, ഇവിടെ ബ്ലാക്ക് സ്റ്റോൺ ഉണ്ട്. അങ്ങനെ ഞാൻ പ്രത്യേകം ഇവിടെ വെള്ളക്കല്ല വരുന്നത്, അത് ഞാൻ ഇളകിപ്പോയി ഒട്ടിക്കാൻ വേണ്ടി വെച്ചേക്കാം. എൻ്റെ സൗണ്ട് കുറവാണോ എന്നറിയില്ല, കുറവായിരിക്കാം. ഞാൻ അങ്ങനെ കൂടുതലും ഇങ്ങനെ ഞാൻ മൈക്ക് വെക്കണം. മൈക്ക് വയ്ക്കുമ്പോൾ ഞാൻ കുറേ പേര് പറഞ്ഞു എൻ്റെ സൗണ്ട് കേട്ടുകൂടാന്ന്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കമ്മലാണ് കേട്ടോ. കണ്ടോ, എന്തോ ഒരു വാളും പരിചയൊക്കെ പോലെ ഇരിക്കുന്നൊരു കമ്മലാന്ന് തോന്നുന്നു. ഇത് നല്ലൊരു കമ്മലാണ് കേട്ടോ. എനിക്ക് ഭയങ്കര വെയിറ്റ് ഇല്ല. ഈ കാണുമ്പോൾ തോന്നും ഭയങ്കര വെയിറ്റ്. എൻ്റെ അതാ ഞാൻ പറയാൻ വിട്ടുപോയി, എൻ്റെ ഒരു കമ്മലും വെയിറ്റ് ഇല്ല, എല്ലാം വെയിറ്റ്ലെസ് ആയിട്ടുള്ള കമ്മലാണ്. കാണുമ്പോൾ നമുക്ക് തോന്നും ഭയങ്കര വെയിറ്റ് ആണ്, പക്ഷേ ഇതൊക്കെ ലൈറ്റ് വെയിറ്റ് ആണ്. ഒന്നുമില്ല, ചുമ്മാ ഒരു പേപ്പർ കഷ്ണം എടുക്കും പോലെ ഇങ്ങനെ ഇരിക്കും. ഇതിട്ടാൽ 4 ആൾ അറിയും. ഇത് നല്ല കമ്മല കേട്ടോ. ഇതൊക്കെ എനിക്കുള്ള 100 രൂപയ്ക്ക് ആയിട്ടുള്ളൂ കേട്ടോ. 100 50 എനിക്കൊന്ന് 50 ആയിരിക്കും. 50 റുപ്പീസൊക്കെ സാധ്യതയുള്ളൂ ഈ കമ്മലൊക്കെ. പിന്നെ ഇതെനിക്കൊരു ഇഷ്ടപ്പെട്ടൊരു കമ്മലാണ് കേട്ടോ. നല്ലൊരു കമ്മലാണ് ഈ കമ്മൽ. ഇങ്ങനെ ഇത് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ഇത് നമ്മൾ ഇയറിൽ ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ ഇതിങ്ങനെ ഇരിക്കും, ഇങ്ങനെ അടക്കും. ഒരു ബീഡ് ബാക്കിൽ പോകും, ഒരു ബീഡ് ഫ്രണ്ടിൽ വരുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കും, നല്ല കമ്മല കേട്ടോ. ഭയങ്കര ഇഷ്ടപ്പെട്ട കമ്മലാണ് ഇത്. പിന്നെ ഇതിൻ്റെ ബ്ലാക്കും ഗോൾഡൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് അപ്പം വാങ്ങാൻ തോന്നില്ല. പിന്നെ എനിക്കൊരു കുറ്റബോധമായിരുന്നു, വാങ്ങേണ്ടിയിരുന്നു. ഇത് എനിക്ക് തോന്നുന്നു 20 രൂപ എത്രയാണ്. പക്ഷേ ഞാൻ ഇവിടെ ഇങ്ങനത്തെ ഒരു കമ്മൽ കണ്ടിട്ടില്ല നമ്മുടെ നാട്ടിലൊക്കെ. പക്ഷെ അന്ന് വാങ്ങാനുള്ളതായിരുന്നു ഒരു കുറ്റബോധം എനിക്ക്. പിന്നീട് ഇത് ഒത്തിരി പേര് എൻ്റെ അടുത്ത് ചോദിച്ച കമ്മലാണ് ഈ കമ്മൽ. ഇത് എങ്ങനെ ഇടും, നല്ല രസമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലൊരു കമ്മൽ. അപ്പോൾ എൻ്റെ കമ്മൽ കളക്ഷൻ ഇനിയും ഉണ്ട്, തീരത്തില്ല. എത്ര കാണിച്ചാലും പാർട്ട് 3 പാർട്ട് 4 ഒക്കെ വരും. വേറെ നല്ല കമ്മല കേട്ടോ. ഇതൊരു ജിമ്മിക്കയുടെ ഒരു ഇതാണ്, ഇങ്ങനെ ഹാങ്ങിങ് ടൈപ്പാണ്. ഇങ്ങനെ എടുക്കും, നല്ല രസമുള്ള കമ്മല കേട്ടോ. ഇതിൻ്റെ പല കളറുണ്ടായിരുന്നു, ഞാൻ പിന്നെ ഒന്ന് വൈറ്റാണ് എടുത്തത്. നല്ല കമ്മല, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കമ്മലാണ്. പെട്ടെന്നൊക്കെ എടുത്ത് നമുക്ക് ഇങ്ങനെ ഇട്ടിട്ട് പോകാനുള്ള കമ്മല, നല്ല കമ്മല. ഒന്നും ജിമ്മിക്കയല്ല. പിന്നെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടത്, അതൊട്ടും വെയിറ്റ് ഇല്ല കേട്ടോ. കാണുന്ന ഒരു ഇതില്ല, ഇങ്ങനെ വരുന്ന ഒരു ഗോൾഡിൻ്റെ ഒരിതും ഇങ്ങനെ വരുന്നത്. ഇതിൻ്റെ കൂടെയൊക്കെ ഇപ്പോൾ ഇടാം നമുക്ക്. ഇതിൻ്റെ കൂടെയൊക്കെ മാച്ചായി പോകുന്നൊരു കമ്മലാണ്ടോ, നല്ല രസമല്ലേ. അപ്പോൾ എൻ്റെ കമ്മൽ സെക്ഷൻ പാർട്ട് 2 ഞാനിപ്പോൾ അവസാനിപ്പിക്കുന്നു. കാരണം ഒത്തിരി ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറാവും. ഇനി എൻ്റെ വളയിലോട്ട് നമുക്ക് കിടക്കാം. ഓക്കെ, വള സെക്ഷൻ കാണിച്ചിട്ട്. അപ്പം എല്ലാവരും കണ്ടതിൽ ഒത്തിരി സന്തോഷം. താങ്ക് യു.